നമസ്കാരം. തേജസ് ഫെങ്ഷുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. ഇന്ന് വന്നിട്ടുള്ളത് നാളെ 30-ാം തീയതി, മറ്റന്നാൾ 1-ാം തീയതിയാണ്. 1-ാം തീയതി പൗർണമിയും കൂടെയാണ്. അപ്പം പൗർണമി ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, പൗർണമി വരുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ പൗർണമി പൊങ്കാല, പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇടാൻ പറ്റുന്ന പൊങ്കാല ഈ വരുന്ന ഞായറാഴ്ച, അതായത് 3-ാം തീയതി ഞായറാഴ്ച രാവിലെ നമുക്കതിടാൻ പറ്റും. അതിനെ രണ്ടിനെയും കുറിച്ച് വിശദമായിട്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് നിത്യജ്യോതിഷം കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്യുന്നുള്ളൂ. കാരണം തിരക്കിലാണ്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. മെയ് 8 നമ്മുടെ കുബേര ജയന്തി ദിവസമാണ്. അപ്പോൾ ഇവിടെ പുഷ്പാഭിഷേകവും അതേപോലെ തന്നെ കുബേര പൂജയും നമുക്ക് കുബേര ഹോമമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. കുബേര ഹോമവും കുബേര പൂജയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മെയ് 8, 9, 10 ദിവസങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കും കേട്ടോ. അപ്പം ക്ഷേത്രത്തിലോട്ട് കിടക്കാം. ഈ വരുന്ന 1-ാം തീയതി വെള്ളിയാഴ്ച നമുക്ക് ചന്ദ്രത്രാടകം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണ് ചന്ദ്രത്രാടകം എന്ന് പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മൾ ചന്ദ്രനെ കാണത്തക്ക രീതിയിൽ, ഉദിച്ചു വരുന്ന ചന്ദ്രനെ കാണത്തക്ക രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുക. ഇപ്പം ഒന്നീ ചേറിട്ടിരിക്കുക, അല്ലെങ്കിൽ ചമ്രമണിഞ്ഞ തറയിലിരിക്കുക, എങ്ങനെയാണോ നമുക്കിരിക്കാം. അങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മൾ ചന്ദ്രനെ കുറച്ച് നേരം നോക്കിയിരിക്കുക. അതാണ് ശരിക്കും പറഞ്ഞ ത്രാടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമുക്ക് കുറച്ച് ഒരു പ്രാണായാമം ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞൊരു തീറ്റാഡബിൾ ബ്രീത്തിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വിച്ച് വേഴ്സ് പറയാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒന്ന് പറയുന്നത്. ആദ്യം പ്രാണായാമം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശ്വസനമുദ്ര പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. നമ്മൾ പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഉള്ളിൽ നിർത്തുക, വലതു മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഈ സമയം നടു നിവർന്നാണ് ഇരിക്കാൻ, സ്ട്രൈറ്റായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ ആ ഒരു പ്രാണായാമം നമ്മൾ ചെയ്യേണ്ടത്. പുരുഷന്മാർ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വലതു മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 21 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അതിൽ കൂടുതൽ എത്ര വേണോ നമുക്ക് ചെയ്യാം. സ്ത്രീകളാണെങ്കിൽ വലതു മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഇടതു മൂക്കിലൂടെ വിടുക. സ്ത്രീകൾ വലതു മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇടതു മൂക്കിൽ കൂടെ ശ്വാസം വിടുക. അങ്ങനെ മിനിമം ഒരു 21 പ്രാവശ്യം എടുത്തതിന് ശേഷം പതിയെ കണ്ണ് മെല്ലെ തുറക്കുക. കണ്ണടച്ചിട്ടാണ് നമ്മൾ ചെയ്യുവാൻ. കണ്ണ് മെല്ലെ തുറന്നിട്ട് നമ്മൾ ചന്ദ്രനെ നോക്കാം. ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. കുറച്ച് നേരം ഒരു 5 ഇടയ്ക്കെത്തി ഒന്ന് ഇമ വെട്ടിയാലും കുഴപ്പമില്ല. കണ്ണ് ഇമ വെട്ടാതെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു 10-15 മിനിറ്റ് ചന്ദ്രനെ തന്നെ നോക്കിയിരുന്നതിന് ശേഷം ആ നോക്കുമ്പോൾ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള വൃക്ഷങ്ങളുടെ ഓറയൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. കാരണം വൃക്ഷങ്ങളുടെ മുകളിലുള്ള ഒരു വെള്ള ലൈനൊക്കെ പോകുന്നത് കാണാം. നമുക്ക് ഓറ റീഡ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ഇതും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ആ ചന്ദ്രനെ കുറച്ച് നോക്കിയിരിക്കുക. വീണ്ടും മെല്ലെ കണ്ണങ്ങ് അടയ്ക്കുക. അടച്ചിട്ട് അടുത്തത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന എവിടെയാണ്? നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത്. ഈ തുമ്പല്ല, ഉള്ളിൽ ഈ തുമ്പത്ത് ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നോർമലി നമ്മൾ വിടുന്ന ശ്വാസത്തെ, സാധാരണ നമ്മൾ നോർമലി ശ്വാസം വിട്ടുകൊണ്ടിരിക്കുകയല്ലോ, ആ ശ്വാസത്തെ നമ്മളത് കാണാൻ ശ്രമിക്കാം. അതായത് സാധാരണ ശ്വാസഗതി എന്നാണ് ഇതിനെ പറയുന്നത്. എല്ലാ സമയവും ഒരേ മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും, അത് മാറി മാറി വരും. അതിനെ ശ്വാസഗതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശ്വാസഗതിയെ നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക. അത് ഒരു കാഴ്ചക്കാരനെ പോലെ നിന്ന് ആ ശ്വാസത്തെ നോക്കിയിരിക്കുക. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നോക്കിയിരിക്കാം. അപ്പോൾ നമ്മുടെ ഫുൾ ശ്രദ്ധ കംപ്ലീറ്റ് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ശ്വാസത്തിലായിരിക്കും. കുറച്ച് നേരം നോക്കിയിരുന്നതിന് ശേഷം പതിയെ കണ്ണ് തുറന്നതിന് ശേഷം നമ്മൾ പറയേണ്ട ഒരു 3 വാക്കുണ്ട്. അത് ആദ്യം പറയേണ്ടത്: ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാകുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാകുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാകുന്നു. 3 പ്രാവശ്യം പറയണം. രണ്ടാമത്, ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുക? പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. അത് 3 പ്രാവശ്യം പറയണം. പണം എന്നിലേക്ക് ഒഴുകി വരുന്നു, പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. അപ്പോൾ നമുക്ക് ആരോഗ്യവും ദീർഘായുസ്സുമുണ്ട്, പണവുമുണ്ട്. പിന്നെ എന്താണ് നമ്മൾ അടുത്തത് വേണ്ടത്? ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കൈ കമഴ്ത്തി ഭൂമിയിലോട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അടുത്ത് പറയേണ്ടത്: ഇത് പ്രപഞ്ചസത്യമാകുന്നു, ഇത് പ്രപഞ്ചസത്യമാകുന്നു, ഇത് പ്രപഞ്ചസത്യമാകുന്നു. എന്നിട്ട് കൈ ഒന്ന് തിരുമ്മിയിട്ട് കണ്ണിൽ വയ്ക്കാം. ഈ ത്രാടകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പൗർണമി വരെ നമ്മുടെ ഓറ സ്ട്രോങ് ആകും. വളരെ പവർഫുള്ളായിരിക്കും നമ്മുടെ ഓറ ലെവൽ.
അടുത്ത പൗർണമി വരെ. അപ്പം നമ്മുടെ ഈ ഓറയിലുണ്ടാകുന്ന വിള്ളലുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിടവുകളാണ് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. ഈ പറയുന്ന ഈ ശത്രുദോഷമോ വിളിദോഷമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ഈ ഓറയിലൂടെ വരുന്ന എഫക്റ്റുകളാണ്. നമ്മൾ ഓറ സ്ട്രോങ് ആക്കുവാൻ ഈ ചന്ദ്രത്രാടകം ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഓറ സ്ട്രോങ് ആക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഈ ചന്ദ്രത്രാടകം ചെയ്യണം. കാരണം ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ഇതിൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി തിരക്കിലായിപ്പോയി, അതുകൊണ്ട് അത് നമ്മളോട് ഓർമ്മിപ്പിച്ചത്. ഇനി നമ്മൾ 1-ാം തീയതി പൗർണമി തുടങ്ങി ശനിയാഴ്ച 2-ാം തീയതി ശനിയാഴ്ച രാവിലെ വരെ നമുക്ക് ഈ ത്രാടകം ചെയ്യാൻ പറ്റും. 1-ാം തീയതി മുതൽ ശനിയാഴ്ച രാവിലെ വരെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൗർണമി പൊങ്കാല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വരുന്ന ഞായറാഴ്ച മീൻസ് ആ ശനിയാഴ്ച കഴിഞ്ഞ് അടുത്ത വരുന്ന ഞായറാഴ്ച രാവിലെയാണ് ആ പൊങ്കാല ഇടേണ്ടത്. പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന പൊങ്കാല പോലെ അല്ല, വെളുപ്പാങ്കടുത്ത് 3:45 പൊങ്കാല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 5-5:30 മുന്നേ പൊങ്കാല ഇട്ട് തീർന്നിരിക്കണം. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം 3 ഇഷ്ടിക വാങ്ങിക്കുക, ഒരു മൺകലം വാങ്ങിക്കുക. എന്നതിന് ശേഷം അതിൽ വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞാണ് പൊങ്കാല ഇടേണ്ടത്. നമുക്ക് വീട്ടിൽ നമുക്ക് പുറത്തുനിന്ന് പൊങ്കാല ഇടാൻ സൗകര്യം ഇല്ലെങ്കിൽ വീട്ടിനകത്ത് നമ്മുടെ സ്റ്റൗവിൽ തന്നെ ഇരുന്ന് പൊങ്കാല ഇടാം. അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഈ 5 ഐറ്റങ്ങൾ ചേർക്കാവും. അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഈ 5 ഐറ്റങ്ങൾ ചേർത്താണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത്. ഈ പൊങ്കാല ഇടുന്നതിന് മുമ്പ് നമുക്കൊരു വിളക്ക് കത്തിച്ചു വയ്ക്കാം, ഒരു ഗണപതിയെ സങ്കല്പിച്ച് എന്തെങ്കിലും ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് പൊങ്കാല ഇട്ട് തുടങ്ങാം. ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഇടുന്ന സമയം ഞാൻ പറഞ്ഞു, വെളുപ്പാങ്കടുത്ത് 3:45 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ കുളിച്ച് റെഡിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഈറൻ മീൻസ് ഒരു നനഞ്ഞ തോർത്തോ ഓലോ എന്തെങ്കിലും ഒന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത്. നമ്മൾ പൊങ്കാല ഇട്ട് തീരുന്നത് വരെ ഇത് ഉണങ്ങാൻ പാടില്ല, നമ്മൾ കൊടുത്തേക്കുന്ന തുണി ഉണങ്ങാൻ പാടില്ല. അപ്പം എന്നിട്ട് ഇതിൽ പ്രാർത്ഥനയുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. ഇപ്പം എനിക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ ഇനി ആ ജോലിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ. അല്ലെങ്കിൽ നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ അതിന് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഏതായിരുന്നാലും 7 പൊങ്കാല 7 പൗർണമി കഴിഞ്ഞിട്ടിടുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇടേണ്ട 7 പൊങ്കാല 7 മാസം കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ 7 വേണ്ട, ഒരു 5 ഇടുമ്പോൾ തന്നെ കാര്യം സാധിക്കും. പിന്നെ 2 കൂടെ നമ്മൾ ഇടണം. ഒത്തിരി ആൾക്കാരുടെ വിവാഹമൊക്കെ നടക്കാനുള്ളവർക്ക് വിവാഹമൊക്കെ ഈ പൊങ്കാല ഇട്ടിട്ട് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഈ പൊങ്കാല ഇട്ടതിന് ശേഷം പൊങ്കാല റെഡിയായി ഇറക്കി വെച്ചിട്ട് നമ്മൾ പൊങ്കാല നേദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് സാധാരണ നമ്മൾ ആഹാരം കൊടുക്കുന്ന ഇങ്ങനെ വാരിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കും അല്ലേ, അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം. അതേപോലെ വാരി ആ കുഞ്ഞിൻ്റെ വായിക്കകത്ത് വെച്ചെടുക്കാൻ വാരി വയ്ക്കരുത്. അത് ഒരു ഇമാജിൻ, നമ്മൾ ഭാര്യ കൈകൊള്ളും, നമ്മൾ അങ്ങനെ കാണിക്കുക, ഒരു 3 പ്രാവശ്യം കാണിക്കുക. എന്നിട്ട് അടുത്ത് ഒരു കിണ്ടിയിലോ ഗ്ലാസ്സിലോ വെള്ളം വെച്ചേക്കുക. അതിനടുത്ത് ആ കുഞ്ഞ് നിന്ന സ്ഥലത്തുള്ള കാലിൽ 3 പ്രാവശ്യം ഒഴിക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് നല്ലോണം നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എനിക്കൊരു വീട് വയ്ക്കുവാനാണെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചോളൂ, എൻ്റെ അസുഖം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കാനേ പാടില്ല. പകരം എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ പൊങ്കാലയിടും, വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഫെങ്ഷുയുമായിട്ടുള്ള വാസ്തുപ്രകാരമായ ടിപ്സ് വെച്ചൊക്കെ ഞാൻ ഇനി തുടർന്ന് വരാൻ ശ്രമിക്കാം. ഏതായിരുന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. മെയ് 8 കാര്യം മറക്കണ്ട. മെയ് 8, 9, 10 ഇവിടുത്തെ പ്രതിഷ്ഠാവാർഷികം 10-ാം തീയതിയാണ്. അതനുസരിച്ച് നമുക്ക് ഇവിടെ പൂജകളും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പൂജ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ആ പൂജ വിളിച്ച് ബുക്ക് ചെയ്തോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.